CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതണു. എല്ലാവർക്കും സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കണ്ടു, ഇപ്പോൾ സ്ത്രീകൾക്ക് 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എല്ലാവരുടെ കൈകളിലും എത്തി, അർഹതപ്പെട്ട കൈകളിലൊക്കെ അത് എത്തി. ചിലരുടെയൊക്കെ പെൻഷൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അർഹരാണെങ്കിൽ, അവരുടെ മാനദണ്ഡങ്ങൾക്കൊക്കെ അർഹത ഉള്ളവരാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒന്നുമില്ല, അതൊന്നും കിട്ടില്ല, വെറുതെ പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് എല്ലാ സ്ത്രീകളുടെയും കയ്യിലെത്തുകയാണ്. നമ്മൾ സ്ത്രീകൾ വീട്ടിൽ പണികൾ ചെയ്യുമ്പോൾ അവർക്ക് അടുക്കളയിലെ പണി എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താലും കാണാത്തതാണ്. എത്ര നമ്മൾ ചെയ്താലും അത് കാണില്ല. അതിന് കൂലിയൊട്ടില്ല. കൂലിയില്ലാത്ത പണിയാണ് അടുക്കള പണി. അപ്പോൾ ഇന്നിപ്പോൾ ആ അടുക്കളപ്പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാനം, അവർക്കൊരു സന്തോഷം, അവർക്ക് എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്ന് മേടിക്കാനോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് പുറത്തിറങ്ങാനോ ഒക്കെ ഉള്ളൊരു വരുമാനം ഗവൺമെൻറ്റായിട്ട് കൊടുക്കുകയാണ് അവർക്ക്. നല്ല കാര്യമല്ലേ? എത്രയോ സ്ത്രീകൾ അത് കിട്ടിയത് സന്തോഷത്തോടു കൂടി മേടിച്ചിരിക്കുന്നു. എത്ര സ്ത്രീകൾ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുമ്പോൾ നമ്മളതിനെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പറയണം. കാരണം ചീത്ത കാര്യങ്ങൾ മാത്രം പറയാൻ മാത്രമായിട്ടാവരുത് ജനങ്ങൾ. നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മളത് നല്ലതാണെന്ന് തന്നെ തുറന്നു പറയണം. ഏത് സർക്കാരിൻ്റെ ആനുകൂല്യം മേടിച്ചാലും അത് എനിക്കൊരു സഹായമായി, അല്ലെങ്കിൽ ഞങ്ങൾക്കതൊരു സഹായമായി എന്ന് തുറന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം, അല്ലേ? ഇന്ന സർക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏത് സർക്കാരായാലും ജയിച്ചു കഴിഞ്ഞാൽ ഏത് സർക്കാരും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന സർക്കാരാണ്. അങ്ങനെ ചിന്തിക്കുക. ജയിച്ചു കഴിഞ്ഞ ഏത് സർക്കാരും. പിന്നെ 100% തികഞ്ഞിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കാ ചെയ്യാൻ പറ്റുക? 100% തികഞ്ഞിട്ട് ആർക്കും പറ്റില്ല. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലത് എന്ന് പറഞ്ഞ് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ പെൻഷൻ കിട്ടിയ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പെൻഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ, അല്ലേ? അപ്പോൾ ഓക്കേ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എന്നും എനിക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവണേ. ഓക്കേ.